يا حضرة سيدنا المصطفى محمد صلى الله عليه وسلم سيدنا وسندنا يوسف بن أسباط رضي الله عنه جميع أساتذتنا مشايخنا وشيخنا أستاذنا سيدنا بن أستاذ رضي الله عنه أستاذنا وشيخنا أستاذنا محمد الدارمي القادري رضي الله عنه اللهم انفعنا بهم وبأسرارهم وأسرارهم شيخنا أستاذنا سيدنا بن أستاذ رضي الله عنه مشايخنا كلهم أجمعين. الفاتحة. قال علامة الزهد عشرة. അല്ലാഹ് പരിത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത് അശറത്തുൻ. പരിത്യാഗത്തിന്റെ കാരണങ്ങൾ അടയാളങ്ങൾ 10. തർക്കുൽ മൗജൂദി മാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത എല്ലാത്തിനെയും ഖൽബിൽ നിന്നും ഒഴിവാക്കുക. വൽ-ഇറാദു അനിൽ മഖ്സൂദ്, ഉദ്ദേശിക്കപ്പെടുന്നതിനെ തൊട്ട് തിരിഞ്ഞു കളയുക. മനസ്സ് പലതും ആഗ്രഹിക്കും, മോശമായ പലതും ഉണ്ടാകും, അതിനെ തൊട്ട് തിരിഞ്ഞു കളയണം. വഖിദ്മത്തുൽ മഅബൂദി, അല്ലാഹു തആലയ്ക്ക് ഖിദ്മത്ത് ചെയ്യുക. വഇസാറുൽ മൗല, പടച്ചവനെ തിരഞ്ഞെടുക്കുക. വസഫാഉൽ മഅന, ഖൽബ് ശുദ്ധിയാക്കുക. വത്തഅസ്സുസു ബിൽ അസീസ്, അല്ലാഹു ആകുന്ന ഉന്നതനാകുന്ന അസീസാകുന്ന അല്ലാഹുവിനെ കൊണ്ട് നമ്മൾ ഉന്നതി പ്രാപിക്കുക. ഉന്നതനായ അല്ലാഹു, ശൈത്താനെ കൊണ്ട് ഉന്നതി വായിക്കുന്നുണ്ട് ഇവിടെ ദുനിയാവിനടക്കം. അതൊക്കെ വഹ്തിറാമുൽ മുശ്ഫിഖീൻ എന്നാ, അല്ലാഹു തആലാനെ പേടിച്ച് ജീവിക്കുന്നവരെ ആദരിച്ച് ബഹുമാനിക്കണം. വതഖീലുൽ മുബാഹ്, മുബാഹായ കാര്യമാണെങ്കിൽ അത് വളരെ കുറച്ചുകൊണ്ട് നടക്കണം. വതലബുൽ അർബാഹ് വസ്തിറാഹത്തുൽ ഖൽബ്, ഖൽബിന്റെ ഇസ്തിറാഹത്ത്, ഖൽബിന് എപ്പോഴും സമാധാനം കൊടുക്കും. അതിനിങ്ങനെ ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ട് നടന്നാൽ രോഗം പിടിക്കും. എല്ലാ വിഷയങ്ങളും ലാഭം തേടുക, എല്ലാ വിഷയങ്ങളും ലാഭം തേടണം. ലാഭം നേരത്തെ പറഞ്ഞതിന് എതിരല്ല എന്നതിൻ്റെ അർത്ഥം. സമ്പത്തുണ്ടാകലും കച്ചവടം ചെയ്യലും, കവട അല്ല കച്ചവടം, കച്ചവടം ചെയ്യലും അതിൽ ലാഭമുണ്ടാക്കലും അതൊന്നും സുഹൃദിന് എതിരല്ല. കൽബിയായ രീതിയിൽ അതെല്ലാം മാറ്റി മനസ്സിലെന്ത് ചെയ്യും നമ്മൾ, ആന്തരികമായതെല്ലാം മാറ്റിവെക്കുക. പുറമെ ഇതിൻ്റെ എല്ലാ ആവശ്യം നമുക്കുണ്ട് താനും. പുറമെ വേണമെന്നാണല്ലോ, പുറമെ ഇല്ലാന്നും ശരിയാകത്തില്ല. എപ്പിസാറിനാണെങ്കിൽ പുറമെ വേണം ഇതെല്ലാം. ഇല്ലാതായ പിന്നെ അങ്ങനെ നമ്മൾ ഇങ്ങനെ അതൊന്നും ശരിയല്ല. എല്ലാം ആവശ്യമാണ് നമുക്ക്. പക്ഷേ നമ്മളെ ഖൽബിൽ അല്ലാഹ്, പുന്നാര നബി, ദീൻ, അത് മതി. പുറമെ ഇതൊക്കെ എല്ലാം ആവശ്യമാണ്. അത് മാത്രം ഖൽബിലുണ്ടായാൽ മതി, എല്ലാം നമുക്ക് തരും. മിൻ അലാമത്ത് സൂദിയ യഅലമുൽ അബ്ദു, സുഹുദിന്റെ അടയാളത്തിൽ പെട്ടത് തന്നെയാണ് ഒരാൾ അറിയണം. അന്നഹു ലാ യഖ്ദിറു അലാ സുഹുദി ഇല്ലാ ബിൽ മന്നി മഅല്ലാഹ്, അല്ലാഹുമായി കൊണ്ട് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സുഹുദിനുള്ള പ്രചോദനം ഉണ്ടാവുക എന്ന്. പരിശുദ്ധ റബീഉൽ അവ്വലാണ്. ഇലാ ഹദ്റത്തി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം وجميع مشايخنا وأساتذتنا كلهم أجمعين. صلاة البدريين سيدنا وشيخنا أستاذنا الشهيد علوي بن أستاذ رضي الله عنه، سيدنا يوسف بن أسباط رضي الله عنه، أستاذنا وشيخنا محمد الدارمي القادري رضي الله عنه، سائر ساداتنا الذين نعبد وإياك نستعين اهدنا الصراط المستقيم صراط الله. علامة التواضع أن تقبل القول الحق من كل أحد, സത്യമാര് പറഞ്ഞാലും അത് അംഗീകരിക്കും, സത്യമാര് പറഞ്ഞാലും അത് സ്വീകരിക്കും. എല്ലാവരോടും എന്നേക്കാൾ ശ്രേഷ്ഠമായവരെ നമ്മൾ പറഞ്ഞു. وقال മഹാനവറുകൾ പറഞ്ഞു, ലിത്തൗബത്തി അശറു മഖാമാത്തിൻ, തൗബയ്ക്ക് 10 സ്ഥാനമാനങ്ങളാണ്. അൽ ബുഅദു അനിൽ ജാഹിലി,
അറിവില്ലാത്തവരെ മാറ്റി നിർത്തുക, അവരെ തൊട്ട് വിദൂരമാകുക. അൽ ബുഅ്ദു വ തർക്കുൽ അബാത്തിൽ, ബാത്തിലായ എല്ലാ വിഷയങ്ങളും. ബാത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ദീനിനോ ദുനിയാവിനോ പ്രയോജനപ്പെടാത്തതല്ല, ശരീരത്തിന് പ്രയോജനപ്പെടാത്ത. വൽ മുൻകറാത്ത്, നിരോധിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളും ഒഴിവാക്കും. വൽ ബിൽ മുസ്തഹബ്ബാത്ത്, ഹുബ്ബാക്കപ്പെടുന്ന, സ്നേഹമാക്കപ്പെടുന്ന, സുന്നത്താക്കപ്പെടുന്ന എല്ലാം കൊണ്ട് ജോലിയാകും. വത്തഅ്ജീലു ഫിൽ ഖൈറാത്ത്, നന്മകൾ വേഗം ചെയ്യണം, നാളെ ആട്ടി നിൽക്കല്ലേ. നന്മകളിലെല്ലാം വേഗത്തിലാക്കുക. തസ്രീഹു തൗബ, തൗബയെ ശരിയാക്കുക. തൗബ ശരിയാക്കാൻ തൗബ ശരിയായി എന്നുള്ളതിന്റെ അടയാളം എന്താ? പിന്നെ തെറ്റിലേക്ക് പോകാതിരിക്കുക. തൗബയുടെ മേൽ ലാസിമാക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. പിന്നാലെ നബി തന്നെ 100 പ്രാവശ്യം ചെയ്യുന്നല്ല, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി. തങ്ങൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഇസ്തിഗ്ഫാർ എന്തിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ കിതാബിലൊക്കെ ഉണ്ടല്ലോ, മുസാഫിനും ഉണ്ടല്ലോ. ഇസ്തിഗ്ഫാർ ചെയ്താൽ ഒരുപാട് രോഗങ്ങൾക്ക് ശിഫയാകുമെന്നല്ലേ സൂറത്തുൽ ഹൂദിനകത്തുള്ളത്. റദ്ദുൽ മദാലിമി, ക്രമിക്കപ്പെട്ട സംഗതികളൊക്കെ മടക്കി കൊടുക്കണം. വഖ്തിനാമുൽ ഔഖാത്ത്, സമയം ഗനീമത്താക്കിയെടുക്കും. ഏത് സമയവും എല്ലാ സമയവും ഗനീമത്താക്കിയെടുക്കും. ഒരു സമയം പാഴാക്കും. എത്ര സമയം കിട്ടിയാലും അങ്ങനെ നമ്മൾ സമ്പാദിക്കും, അങ്ങനെ സമ്പാദിക്കും എല്ലാ സമയത്തും. തസ്ബിയത്തുൽ ഔഖാത്ത്, നമ്മുടെ സമയങ്ങൾ പരിശുദ്ധമാക്കണം. മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സമയം മോശമാകും. കേട്ടാ. إلى حضرة سيدنا محمد صلى الله عليه وسلم وإلى حضرة سيدنا وشيخنا تقي الدين محمد بن القادري رضي الله عنه. اللهم وإلى حضرات جميع مشايخنا كلهم أجمعين. أستاذنا الشهيد علي بن أستاذ رضي الله عنه، شيخنا أحمد ويشارياتي رضي الله عنه. اللهم وإلى حضرة أستاذنا محمد وسلام رضي الله عنه. اللهم إلى حضرة مشايخنا كلهم أجمعين. فاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته وعدد ما في علم الله وزنة ما في علم الله وعدد ما في علم الله وعدد ما حاك به علم الله وعدد كل معلوم لله وعدد كل موجود مضروبا كل ذلك في جميع مجموع أفراد ذرات الوجود. يا الله يا الله يا الله بكل مكان وسمع منك. وهنا يا علي الأصبات يوسف بن أصبات رحمه الله كتب أيضا إلى المرعشي: أما بعد فإني أوصيك بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നത് ഞാൻ എന്നോട് വസിയ്യത്ത് ചെയ്യുന്നു. വല്ലമലി ബിമാ അല്ലമക അല്ലാഹ്, പടച്ചവൻ നിനക്ക് പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് നീ അമൽ ചെയ്യണമെന്നും. والمراقبة بحيث لا يراك أحد في تلك الحالة إلا الله. അള്ളാഹു അല്ലാതെ ആ അവസരത്തിൽ എന്നെ കാണുകയില്ല, അള്ളാഹു അല്ലാതെ മറ്റൊരാളും എന്നെ കാണില്ലാത്ത സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. ആരും കാണുന്നില്ല എന്ന് എന്തെങ്കിലും ചെയ്യാന്നല്ല. ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ നീ വീക്ഷിക്കണം. വൽ അമലി ബിമാ അല്ലമക അല്ലാഹ് والتهيؤ لأمر الله مدفع له عند حلوله وحينئذ لا ينفع الندم. ഒരുങ്ങി തയ്യാറാകണം. നീ യാത്രയ്ക്ക് പോകേണ്ടവരാണ്. അതിറങ്ങിക്കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ ആർക്കും കഴിയുകയില്ല. ആ സന്ദർഭത്തിൽ
നാളെയാകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് വെക്കാനും പറ്റുന്നില്ല. അല്ലേ? ലാ യൻഫഉ മാലും വലാ ബനൂൻ അങ്ങനെയൊക്കെ പറയുന്ന ഖുർആനകത്തില്ലേ? അതേ പ്രകാരം റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. പടച്ചോനെ 2 ദിവസം കൂടെ തന്നെങ്കിൽ ഞാൻ നല്ല ആളായിത്തീരുന്നു എന്നൊക്കെ പറയുന്നത്. ആ ദിവസത്തിന് വേണ്ടി നീ ഇപ്പോൾ തന്നെ തയ്യാറാകണം. ഖാല ശിബിലി റഹ്മഹുല്ലാഹ് സുഇല യൂസുഫ് ബിൻ അസ്ബാത്ത് അനി തവാദു. എന്താണ് വിനയം എന്ന് ചോദിച്ചു. വിനയം ഞമ്മക്കുണ്ടല്ലോ ഒരു വിനയം കാണിക്കില്ല, വിനയ പ്രകടനം. അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. കാണുമ്പോൾ ഒരു കടിച്ചു ഒരു കൈ പിടിച്ചു കൊടുത്താലും ഒരു നെറ്റി ചുംബിക്കലും എന്നിട്ട് അങ്ങോട്ട് മാറിയിരുന്ന് ഈ ഒത്തു പറയും. അതിനകത്തൊന്നും അല്ല കാര്യമുള്ളത്. أن الرجل كلما خرج من بيته التقى رجلا اعتقد أن ذلك الرجل خير منه. الله മഹാനായ യൂസുഫ് ബിൻ അസ്ബാത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്താണ് തവാദു? തവാദു എന്ന് പറഞ്ഞാൽ നീ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ നീ ഒരു മനുഷ്യനെ കാണും. ആരെ കണ്ടാലും നീ മനസ്സിലാക്കണം, നീ കരുതേണ്ടത് എന്നെക്കാളും ഖൈറായ ആളാണ് ആ പോകുന്നതെന്ന് നീ കരുതണം. ഇത് മാത്രം ഞമ്മക്കില്ലാത്ത, നമ്മൾ തന്നെ ഏറ്റവും വലിയ ആള് എന്നാ നമ്മളെ കരുത്ത്. അന്നക കുല്ലമാ ഖറജ മിൻ ബൈതിഹി, ഒരാളാണ് യഥാർത്ഥ തവാദുഉള്ളവൻ, ഒരാളാണ്. അവന്റെ വീട്ടിൽ നിന്നും അവൻ പുറത്തു പോകുമ്പോഴെല്ലാം വൽതഖാ റജുലൻ, ഒരാളിനെ കണ്ടുമുട്ടുന്നു. അവൻ ഏതഖദ, അപ്പോൾ ഇവൻ കരുതി ഉറപ്പിക്കണം, അന്നദാലിക റജുല, ആ പോകുന്ന ആള് ഖൈറും മിൻഹു, ഇവനേക്കാൾ എന്നെക്കാൾ ഖൈറായ ആളാണ് ആ പോകുന്നത് എന്ന് കരുതി ഉറപ്പിക്കുക. അതാണ് തവാദു എന്ന് പറഞ്ഞാല്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഈ ഒരു തവാദു ഞമ്മക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ ആരെങ്കിലും കണ്ടാവോ അയാൾ പോന്ന സുബഹിക്കരിക്കാത്തവരെന്ന്, ഞാനിന്ന് സുബഹിക്കരിച്ച് യാസീൻ ഓതി, അവൻ സുബഹി നിക്കരിച്ചില്ല ഒന്ന് നിക്കരിച്ചു എന്നല്ല നമ്മൾ കരുതുക. അല്ലേ? യാസീൻ ഓതി തബാറക് ഓതി പിന്നെ മഗ്‌രിബിന് ശേഷം സംഗതി ഒന്നും ഇല്ലെങ്കിൽ ഫഖ്റിനെ കരുതിയാണെങ്കിൽ ബാക്കിയ ഓതി പിന്നെ തബാറക് ഓതി. ഞാനൊക്കെ വലിയ ആള് തന്നെയാണ്. അവൻ ഇതൊന്നും ചെയ്തില്ല. അവൻ മൊബൈലും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നീ ഒരുത്തനെ പറ്റി കരുതിയാല് നിനക്ക് തവാദു ഇല്ലാത്തവനാണ് എന്ന്